പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനഭാഗം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 33-ാം തിരുവചനമാണ്. ഇതിൽ ആണയിടയരുത്, ദൈവത്തെ കൊണ്ട് ആണയിടരുത്. യഹൂദർക്കിടയിൽ ഇങ്ങനൊരു സംസ്കാരമുണ്ടായിരുന്നു. ദൈവത്തെക്കുറിച്ച് ആണയിട്ടതിന് ശേഷം അത് പ്രാവർത്തികമാക്കാതിരിക്കുക. അതായത് വാക്ക്, നിങ്ങളുടെ വാക്ക് അതെ എന്നോ അല്ല ഒന്നും ആയിരിക്കട്ടെ. നിങ്ങളുടെ വാക്ക് ആത്മാർത്ഥമാണെങ്കിൽ അത് ഉള്ളിൽ നിന്നായിരിക്കും വരിക. ബാഹ്യമോടിക്ക് വേണ്ടി പലപ്പോൾ വാക്ക് മാറ്റി പറയുന്നവരുണ്ട്, വാക്ക് അസത്യമായി പറയുന്നവരുണ്ട്. അത് പറയരുതെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നിങ്ങൾ ദൈവത്തോട് വിശ്വസ്തരാകണം. നിങ്ങളുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ വളച്ചൊടിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് വലിയ തെറ്റാണെന്ന് പറയുന്നു. സ്വന്തം പ്രശസ്തിക്ക് വേണ്ടി, സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും പലരും വാക്കുകൾ മാറ്റി പറയുന്നവരുണ്ട്, ആണയിടുന്നവരുണ്ട്. അത് സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഈശോ പഠിപ്പിക്കുന്നു. അതിനാൽ കർത്താവിന് മുൻപിൽ വിശ്വസ്തരാകുക, പ്രശസ്തരാവുകയല്ല വേണ്ടത്. കർത്താവിന് മുമ്പിൽ പുഴുവാകരുത്, പൂമ്പാറ്റയാകുക. ആമേൻ.